Given below is a method to find product 36 into 28. 36 into 28 ന്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് താഴെ കൊടുത്തിട്ടുണ്ട്. Question 1. Check this for some other products of 2-digit numbers. അതായത് ഇതേപോലെ മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ 2-digit നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈ മെത്തേഡ് വെച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ് ഇത് എന്തുകൊണ്ടാണെന്ന് ഓൾജിബ്ര വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. മറ്റ് രണ്ട് 2-digit നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈ മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മറ്റൊരു നമ്പർ എടുക്കുകയാണ്. ഏതാണ് 27 into 15. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഇത് വെച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്ത് ഇവിടെ ഫസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് 2 into 1 അതെത്രയാണ് 2 ആണല്ലേ. അതിനെ പിന്നെ എന്ത് ചെയ്തു, ഇവിടെ 6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പോൾ ഇതിനെ 2നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ എന്താണ് 2 into 100 200 കിട്ടി അല്ലേ. പിന്നെ എന്താ ചെയ്തത്, ഇത് ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 3 into 8ഉം 6 into 2ഉം മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അവ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, 2 into 5ഉം 7 into 1ഉം ആഡ് ചെയ്യാൻ പോവാണ്. അതെത്രയാണ് 2 into 5 10 ആണ്. 7 into 1 7ഉം 10 plus 7 എന്താ 17 ആണ് അല്ലേ. അപ്പോൾ അതിനെ എന്ത് ചെയ്തു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 17 into 10 അതെത്രയാണ് 170. പിന്നെ എന്ത് ചെയ്തു, ഇവർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 into 8 അല്ലേ. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ഡിജിറ്റ് 7ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. 7 into 5 അതെത്രയാണ് 35. ഓക്കെ, ഇനി ഇതൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. സോ 27 into 15 ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയിട്ടുള്ളത്, ഇത് ആഡ് ചെയ്യാൻ പോവാണ്. 200 plus 170 plus 35 എത്രയാണ് 405 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഈ മെത്തേഡ് 27 into 15 അല്ലാതെ ചെയ്ത് നോക്കാം. അല്ലാതെ ചെയ്യുമ്പോഴും നമുക്ക് എന്താ 405 തന്നെ കിട്ടുന്നല്ലേ. സോ മെത്തേഡ് കറക്റ്റാണ് അല്ലേ. ഇനി ഇതേപോലെ മറ്റ് ഒരു പ്രോഡക്റ്റും കൂടി നോക്കാം. ഞാനിവിടെ 13 into 12 ആണ് എടുക്കുന്നത്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കറക്റ്റാണോ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 1 അതെത്രയാണ് 1 ആണ്. അതിനെന്ത് ചെയ്യണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എത്രയാണ് 100. പിന്നെ എന്താണ് ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 2 plus 3 into 1 അല്ലേ. അതെത്രയാണ് 2 plus 3 5 ആണ്. അതിനെ എന്തുകൊണ്ട് ചെയ്യണം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 50. പിന്നെ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 2 അതെത്രയാണ് 6. സോ ദ ആൻസർ ഈസ് എന്താണ്, ഇതൊക്കെ ആഡ് ചെയ്യുക. സോ 13 into 12 എന്ന് പറയുന്നത് എന്താണ് 156 ആണെന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആണെന്ന് നോക്കാം. 13 into 12 കറക്റ്റാണല്ലേ. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴും ഇത് കറക്റ്റാണ്. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് 2-digit നമ്പറിൻ്റെ ഡിജിറ്റ്സ് എമ്മും എന്നും സെക്കൻഡ് 2-digit നമ്പറിൻ്റെ ഡിജിറ്റ്സ് പിയും ക്യൂ ആണെന്ന് എടുക്കാം. ഇനി ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഫസ്റ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് ഏതാണ്, എമ്മും എന്നുമാണ്. അപ്പോൾ ആ നമ്പർ ഏതായിരിക്കും, ആ നമ്പർ എം എൻ ആവുമോ, അല്ല. എം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എം ഇൻറ്റു എൻ ആണ് അർത്ഥം അല്ലേ. അപ്പോൾ ആ നമ്പറിനെ എങ്ങനെ എഴുതാം, ഡിജിറ്റ്സ് എമ്മും എന്നും ആണെങ്കിൽ ആ നമ്പറിനെ എങ്ങനെ എഴുതാം, അതിന് നമുക്ക് നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ് 10m + n ആണ്.
കാരണം എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 3 എന്ന് ഡിജിറ്റ്സ് ഉള്ള നമ്പർ അതെന്താണ് 43 അല്ലേ. 43 എന്ന് പറയുന്നത് എന്താണ് 40 + 3 ആണ്. ദാറ്റ് ഈസ് 40 എന്ന് പറഞ്ഞാൽ എന്താണ് 10 × 4 + 3 അല്ലേ. അതായത് ഫസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ 10 ആഡ് ചെയ്തു, പിന്നെ സെക്കൻഡ് ഡിജിറ്റ് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ 43 എഴുതുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എമ്മും സെക്കൻഡ് ഡിജിറ്റ് എന്നും ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും 10 × m + n, ദാറ്റ് ഈസ് 10m + n. ഇത് ഫോർ എക്സാമ്പിൾ ഇനി വേറെ നമ്മൾ 5 6 എന്ന ഡിജിറ്റ്സ് ഉള്ള നമ്പർ എന്താണ് 56 ആണ് അല്ലേ. 56ന് നമ്മൾ എങ്ങനെ എഴുതും 50 + 6. 50 എന്ന് പറഞ്ഞാൽ 10 × 5 + 6, അതായത് 10ൻ്റെ കൂടെ ഫസ്റ്റ് ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് സെക്കൻഡ് ഡിജിറ്റ് ആഡ് ചെയ്തു. സോ ഫസ്റ്റ് നമ്പർ ഈസ് 10m + n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ ഏതാണ്, സെക്കൻഡ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് പിയും ക്യൂ ആണ്. സോ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് 10p + q ആണ് അല്ലേ. സോ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലേ. സോ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എത്രയാണ് 10m + n ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്താണ് 10p + q അല്ലേ. ദാറ്റ് ഈസ് എന്താണ് ആൻസർ 10m × 10p, അതെന്താണ് 10 × 10 100, പിന്നെ mp 100 mp. പിന്നെ എന്താണ് 10m × q + q, ദാറ്റ് ഈസ് 10mq + 10mq അല്ലേ. പിന്നെന്താണ് n × 10p, ദാറ്റ് ഈസ് 10np. ഓക്കെ, പിന്നെന്താണ് n × + q, ദാറ്റ് ഈസ് +nq. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 100 mp പ്ലസ് ഈ 10mq + 10npയിൽ എന്ത് കോമൺ ആണ് 10 കോമൺ ആണ്, അത് പുറത്തെടുക്കാം. അപ്പോൾ ആദ്യത്തിൽ 10 പുറത്തെടുത്താൽ ബാക്കി mq, പിന്നെ +np അടുക്കുള്ള സൈൻ്റെ പ്ലസ് അല്ല, അതുകൊണ്ട് ബ്രാക്കറ്റ് ക്രോസ് ചെയ്തു. പിന്നെ ഉള്ളത് എന്താണ് പ്ലസ് ഈ nq അല്ലേ. സോ ഇത് തന്നെയല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് m എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റാണ് അല്ലേ. p എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റാണ്. ഈ മെത്തേഡ് പോലെ നമ്മൾ എന്താ ചെയ്തു, ഫസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അതാണ് ഫസ്റ്റത്. പിന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും തമ്മിൽ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അവ ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ എന്തുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ഇത് അല്ലേ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ സ്റ്റെപ്പാണ് ഇത്, പിന്നെ ഈ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ലാസ്റ്റ് ചെയ്തത് നമ്മൾ 6 × 8, അതായത് ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ, അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്നും സെക്കൻഡ് നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ക്യൂ ആണല്ലേ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് എന്താ ഇവയൊക്കെ ആഡ് ചെയ്തു അല്ലേ. ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതാണ് ആൻസർ. സോ നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്തു എന്ത്, എമ്മും എന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 അങ്ങനെ ഇഷ്ടമുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എല്ലാത്തിലും ഈ മെത്തേഡ് ബാധകമാണ്.